ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷക മസ്ദൂർ സംഘം BMS മാർച്ച്. കേരളത്തിലെ വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ പെട്രോൾ ചിലവ് മാത്രം മതിയാകുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ. കൂട്ടിക്കിടക്കുന്ന വടക്കാഞ്ചേരി അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത് അകത്തുകടന്ന ആന 4 പനകൾ കുത്തിമറിച്ചു. സംസ്ഥാന പാതയിലേക്ക് ഗേറ്റ് തള്ളി തുറന്നു കടക്കാനും ശ്രമം. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച പാഞ്ഞാൾ ആലിൻ ചുവട് ഭാഗത്ത് പുലിയുടേതെന്നു സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കി. കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. LDFന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും A വിജയരാഘവൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് 2 കിലോഗ്രാം കഞ്ചാവ്. ഇത്തരം സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാനാകാത്തത് പോലീസിന് തലവേദനയാകുന്നു. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച പ്രതിഷേധവുമായി KSU. ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ തകർന്ന പാതയിൽ വാഴനട്ട പ്രതിഷേധം. കോട്ടായിയിൽ പെരുമഴയത്ത് യാത്രക്കാരെ വലച്ച് പൊതുമരാമത്ത് പ്രവൃത്തി. ജനങ്ങൾ പ്രതിഷേധത്തിൽ. മങ്കരയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ. പത്തിരിപ്പാലയിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിനെതിരെ യാത്രക്കാരെ അണിനിരത്തി പകൽ മെഴുകുതിരി കത്തിച്ച് ജനകീയ ഒപ്പുശേഖരണവുമായി വെൽഫെയർ പാർട്ടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ പെട്രോൾ ചിലവ് മാത്രം മതിയാകുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ. മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി കർഷക മസ്ദൂർ സംഘം BMS നടത്തിയ പാലക്കാട് DFO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു C ബാലചന്ദ്രൻ. ഇതിന് അത്തരത്തിൽ പാർലമെന്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത നിയമം വരുന്ന സമയത്ത് നിയമസഭ വിളിച്ചു കൂട്ടി ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന മുഖ്യൻ സാധാരണക്കാരുടെ ജീവന് എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടായെങ്കിൽ ഇവിടെ ഇത് നടപ്പിലാക്കില്ല, സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ഉണ്ടോ എന്ന് ഈ ജനത്തിന് ഉറപ്പ് നൽകേണ്ടതല്ലേ? സർക്കാരിന്റെ പിണറായി വിജയന്റെ ഇച്ഛാശക്തി ഇല്ലായ്മ മാത്രം അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടാക്കാൻ ഭാരതീയ മസ്ദൂർ സംഘം പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ ഇന്ന് വന്നതും ആവില്ല. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഈ സമാധാനമായ അന്തരീക്ഷം ഹോട്ട്സ്പോട്ടുകളുടെ പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ഈ അനീതിക്കെതിരെ പോരാടാൻ ഭാരതീയ മസ്ദൂർ സംഘം അതിശക്തമായി പോരാടുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കതിന് പരിഹാരമുള്ള 1-2 കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു പോരുന്നത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. നമ്മുടെ മുഖ്യമന്ത്രി പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പോൾ 40 കാറാണ് അല്ലേ, 1 കാർക്കും ബാക്കിയൊക്കെ 40 കാറിൽ പോണ മുഖ്യമന്ത്രിയുടെ ഒരു ദിവസത്തെ ചെലവുണ്ടെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഈ വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും C ബാലചന്ദ്രൻ ആരോപിച്ചു. അകമ്പടി വാഹനങ്ങളുടെ ആഡംബര പെരുമയിൽ വിരാജിക്കുന്ന ഭരണകൂടം ജീവനും ജീവിതം നഷ്ടപ്പെടുന്നവരെയും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. AI സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ അലാറം നൽകാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ പല മരണങ്ങളും കൃഷിനാശവും ഒഴിവാക്കാമായിരുന്നുവെന്നും ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം നൽകുക, അപകടം സംഭവിച്ചവർക്ക് ആജീവനാന്ത ചികിത്സാ സഹായമായി 50 ലക്ഷം രൂപ അനുവദിക്കുക, വന്യജീവി ആക്രമണത്തിൽ വിളകൾ നഷ്ടപ്പെട്ടാൽ നൽകുന്ന സഹായം
4 ഇരട്ടിയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DFO ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. കർഷക മസ്ദൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് NV ശശി അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി K രാജേഷ്, ഭാരവാഹികളായ ശശി ചോറോട്ടൂർ, S ഭരത്, രാജേഷ് ചെത്തല്ലൂർ, കർഷക മസ്ദൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി S രാജേന്ദ്രൻ, ട്രഷറർ KP ദിവാകരൻ, മേഖലാ ഭാരവാഹികളായ MC സതീഷ്, P പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ചിന് ജില്ലാ ഭാരവാഹികളായ KV ചന്ദ്രൻ, KR രാജൻ, S കൃഷ്ണനുണ്ണി, B സന്തോഷ്, B വിജയരംഗം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. LDFന്റെ അടിത്തറ ശക്തമാണെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. സൗകര്യമനുസരിച്ച് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടുന്നുണ്ടെന്ന് A വിജയരാഘവൻ ആരോപിച്ചു. ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാം. LDFന്റെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്നും വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം എന്ന വാക്കിനെ വർഗീയതയുമായി കണ്ണിചെറുക്കുന്ന ഒരു സമീപനം UDFും ലീഗും മുസ്ലിം വർഗീയ സംഘടനകളും സ്വീകരിക്കാറുണ്ട്. അവര് മലപ്പുറം എന്ന വാക്ക് സമം വർഗീയത എന്നുള്ളതാണ് അവര് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെതാണ് മലപ്പുറം എന്ന് സമർത്ഥിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാക്കുകളെയും വാചകങ്ങളെയും വർഗീയ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കരുത്. മലപ്പുറത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഒരു വർഗീയ ചിഹ്നമാക്കി മാറ്റാനാണ് UDF എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അത് ലീഗ് ശ്രമിക്കുന്നുണ്ട്, മുസ്ലിം വർഗീയ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്, അതിൽ ഇപ്പൊ കോൺഗ്രസും ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിയതമായ കോൺഗ്രസിന് രാഷ്ട്രീയ വ്യക്തിത്വമില്ല. കേരളത്തിൽ രാഷ്ട്രീയ വ്യക്തിത്വമില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് വൈവിധ്യമാർന്ന വർഗീയ ചേരുവകളെ കൂട്ടിയോജിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1960 മുതൽ കോൺഗ്രസ് അങ്ങനെയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. വർഷങ്ങളായി ഫോറസ്റ്റ് സ്റ്റേഷൻ പൂട്ടിക്കിടക്കുകയാണ്. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്താണ് കാട്ടാന അകത്തു കടന്നത്. കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ ആന കുത്തിമറിച്ചിട്ടു. ഇവ ഭക്ഷിച്ച് ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. അകമല സംസ്ഥാന പാതയിലേക്ക് ഗേറ്റ് തള്ളി തുറന്നു കിടക്കാനും കാട്ടാന ശ്രമം നടത്തി. മതിലിന് വിള്ളൽ വീണിട്ടുണ്ട്. ഗേറ്റ് വളഞ്ഞു. വർഷങ്ങളായി അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പൂട്ടിക്കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ ആലിൻചുവട് റേഷൻ കടയ്ക്കു സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാം എന്നാണ് വനപാലകരുടെ അഭിപ്രായം. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാർ സമീപ പ്രദേശത്തു നിന്ന് മണ്ണെടുത്ത സ്ഥലത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ കണ്ടത്. സമീപത്തെ മതിലിനടുത്തും കാൽ കൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങൾ കണ്ടെത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ ഉടൻ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിനെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് വിവരം അറിയിച്ചു. വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത്. 2 ദിവസം മുമ്പ് ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായി. വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഭീതിജനകമായും വളരെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതുമായ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതിന്, ഞങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിനും വേണ്ട നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് പോകും. ഇത് എന്തിൻ്റെ കാൽപ്പാടാണ് എന്നുള്ളത് വളരെ കൃത്യമാക്കി ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഫോറസ്റ്റുകാർ വന്നതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ. പ്രാഥമികമായി നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജീവിയുടേതാണ്. സാധാരണഗതിയിലുള്ള നാട്ടിൽ കാണുന്ന ജീവികളുടേതല്ല, മറ്റേതോ ജീവിയുടേതാണ്. പുലിക്ക് സമാനമായിട്ടുള്ള ഒരു കാൽപ്പാടുകളാണ് കാണുന്നത്. അതേസമയം കാട്ടുപൂച്ചയുടെയോ മറ്റോ ആണ് കാൽപ്പാടുകളെന്നാണ് വനപാലകർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 12:15 എത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിലാണ് 2 കിലോഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ PV രമേഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു അറിയിച്ചു. ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും RPFന്റെ CIB വിഭാഗവും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഏകദേശം 2 കിലോയോളം തൂക്കം വരുന്ന ഉണങ്ങിയ കഞ്ചാവ് ഒരു ബാഗിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റി. പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിയിൽ പെരുമഴയത്ത് യാത്രക്കാരെ വലച്ച് പൊതുമരാമത്ത് പ്രവൃത്തി. റോഡ് വെട്ടിപ്പൊളിച്ച് കലുങ്ക് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത സമയം അധികൃതരുടെ തലതിരിഞ്ഞ നിലപാടുകൾക്ക് മറ്റൊരു ഉദാഹരണമാകുകയാണ്. കോട്ടായി സെന്ററിന് സമീപം കുഴൽമന്ദം റോഡിലാണ് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കിയ റോഡ് പണി പുരോഗമിക്കുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച് കലുങ്ക് നിർമ്മിക്കുകയാണ്. ഈ ഭാഗത്ത് പൊതുവെ റോഡിന് വീതി കുറവാണ്. സ്കൂൾ സമയങ്ങളിലും മറ്റും ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിര നിത്യകാഴ്ചയാണ്. ഇത്രയും കാലം കാത്തിരുന്ന് മഴക്കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങിയതിലാണ് നാട്ടുകാർക്ക് അമർഷം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കുളപ്പുള്ളി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് KSU. റോഡ് പാടെ തകർന്ന കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ പാതയിൽ വാഴ നട്ട് KSU പ്രതിഷേധിച്ചു. യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ് ഈ റോഡെന്ന് KSU നേതാക്കൾ ചൂണ്ടിക്കാട്ടി. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് KSU നിയോജകമണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും KSU നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തേണ്ട അനിവാര്യതയെക്കുറിച്ച് ഈ റോഡിലൂടെ പോകുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇത് റോഡാണോ തോടാണോ അതോ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി നിർമ്മിച്ച കൊക്കയാണോ എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും. ബൈക്കിൽ പോകുന്നവൻ, കാറിൽ പോകുന്നവൻ, സാധാരണ നിത്യജീവിതത്തിനു വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുണ്ടിൽ വീഴുകയും അതേപോലെ വണ്ടികൾക്ക് തകരാറ് പറ്റുകയും ചെയ്യുന്നു. ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് KSUവിന്റെ നേതൃത്വത്തിൽ PWD ഓഫീസിൽ ഇതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇന്ന് ഈ സമരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കല്ലും മണ്ണുമായി കുണ്ടുകൾ അടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം മാത്രമാണ്. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് യാസിർ, വൈസ് പ്രസിഡന്റ് അക്ഷജ്, ആഷിഖ്, മണ്ഡലം പ്രസിഡന്റുമാരായ ചിത്രാദേവി, അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ വെച്ച് വാഴ നട്ടതോടെ PWD താൽക്കാലിക കുഴിയടക്കൽ പ്രവൃത്തി ആരംഭിച്ചതായി KSU നേതാക്കൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ അണ്ണാഞ്ചേരി പറമ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. രാവിലെ 9:30യോടെയാണ് സംഭവം. വീടിനും പുറത്തെ ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. 33-ാം വാർഡിലെ അണ്ണാഞ്ചേരി പറമ്പ് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലേക്കാണ് രാവിലെ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണത്. വീടിനും ശുചിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇവരുടെ വീട്ടുപരിധിയിൽ നിൽക്കുന്ന ഒരു തേക്കും 2 തെങ്ങുമാണ് നിലം പൊത്തിയത്. മണികണ്ഠന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിലും ഇവരുടെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തി മരം വെട്ടിമാറ്റാൻ സമ്മതിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി.
മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള സമ്മതം കാണിച്ചുള്ള രേഖകൾ വർഷങ്ങൾക്ക് മുമ്പ് താലൂക്കിൽ നിന്ന് മണികണ്ഠന്റെ കുടുംബത്തിന് ലഭിച്ചതാണ്. ഇനിയും വീടിനോട് ചേർന്ന് വൻ മരങ്ങൾ നിൽക്കുന്നുണ്ടെന്നും അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികാരികൾ അനുമതി നൽകണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. വീട്ടിലത്തെ മരങ്ങളാണ്, കാറ്റും മഴയത്ത് ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആദ്യം അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുട്ടിയുണ്ട് ചെറിയ കുട്ടി. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് ഞങ്ങൾ അന്യന്മാരുടെ കുട്ടികളും സ്കൂൾ പോയി, എൻ്റെ കുട്ടിയും സ്കൂൾ പോയി. ആ തിരക്കത്തിലാണ് വീഴുന്നത്. കുളിമുറിയുടെ അടുത്തും വീടിൻ്റെ ഭാഗത്തും പക്ഷേ കാറ്റ് മഴയത്ത് ഇങ്ങനെ വരുമ്പോൾ വെട്ടാൻ താഴെയുള്ള വീട്ടുകാർ സമ്മതിക്കണമെന്നില്ല. ഇനി 3 മരം കൂടി ഇന്നും വീഴാനുള്ളതാണ്. എന്ത് അളന്നാലും അവർ സമ്മതിക്കുന്നില്ല. അവർ അളന്നിട്ട് അവർ എടുത്തോളം പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അളന്നെടുക്കാൻ ഞങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞാൽ അവരപ്പോഴും സമ്മതിക്കുന്നില്ല. അതെന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കി തരാം. ഇനി 3 മരങ്ങൾ വെട്ടാനാണ്, അതെങ്കിലും എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ഈ മരങ്ങൾ വെട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വീട്ടിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ കാരണം അവർ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ണനാണ് മെയിൻ അളഞ്ഞപ്പോൾ കണ്ണൻ. അവൻ വീട് അളക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല, വീടിൻ്റെ വളർത്തുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ വില്ലേജിൽ നിന്ന് അവർ ആദ്യം തന്നെ കടലാസ് വന്നു, ഈ കൊമ്പൊക്കെ വെട്ടിയെടുക്കാൻ തന്നതാണ്. പക്ഷെ അപ്പം അവർ വെട്ടാൻ പറ്റില്ല പറഞ്ഞത് തടുത്തു. വെയിലും കൊമ്പൊക്കെ കെട്ടിയാണ്, കോടതിയിൽ നിന്ന് അളവും ഇതൊക്കെ വന്നതാണ്. അതൊക്കെ പൊളിച്ചിട്ടു. JCB വന്നിട്ട് ആ അരിക്കൂടൊക്കെ മാന്തി എടുത്തതാണ്. അവർ സമ്മതിക്കുന്നില്ല. എന്നാൽ അളന്നിട്ട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, അതും കേട്ടുന്നില്ല. അപ്പോൾ അതാ ഒരു 3 എണ്ണമാണ്, ആ 3 എണ്ണം വെട്ടാനും സമ്മതിക്കില്ല. മണികണ്ഠന്റെ ഭാര്യയും മണികണ്ഠന്റെ അനിയന്റെ ഭാര്യയും കുട്ടിയുമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട ഇവർ പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ശുചിമുറി തകർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര പഞ്ചായത്തിലെ തെരുവുനായ് ശല്യം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് BJP. അനാസ്ഥ ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രതിഷേധ ധർണ നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് മങ്കര ധർണ ഉദ്ഘാടനം ചെയ്തു. മങ്കര പൂലോടി ഭാഗങ്ങളിൽ ബൈക്കിൽ പറഞ്ഞു ഓടി ആളെ കടിക്കുന്ന അവസ്ഥ, കുട്ടികളെ കടിക്കുന്ന അവസ്ഥ, നിരവധി ആളുകൾ ആശുപത്രിയിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ പുതിയമാടം മേഖലകളിൽ തെരുവുനായി രൂക്ഷമായി ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ മങ്കര പഞ്ചായത്ത് കമ്മിറ്റിക്ക് മങ്കര പഞ്ചായത്തിനോ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമര പരിപാടികളിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള സമര പരിപാടികൾ, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ മങ്കര പഞ്ചായത്ത് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ മങ്കര പഞ്ചായത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടി വരും. ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സുഭാഷ് മങ്കര, സുനീഷ് ഭരതക്കാട്, രൂപേഷ് കുമാർ അതിർക്കാട്, KT രാമകൃഷ്ണൻ, അശോകൻ പൂലോടി, മോഹനൻ, പ്രഭാകരൻ, സുരേഷ് ചെമ്മുക, BP ജിജീഷ്, DS ശരത് എന്നിവർ പ്രസംഗിച്ചു. തെരുവുനായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 3 പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ പത്തിരിപ്പാല ടൗണിൽ തെരുവു വിളക്കുകൾ കത്താത്തതിനെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം. യാത്രക്കാർക്കൊപ്പം പാർട്ടി പ്രവർത്തകർ പട്ടാപ്പകൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. രാത്രി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാൽ ടൗൺ പൂർണ്ണമായും ഇരുട്ടിലാണ്. രാത്രികാലങ്ങളിൽ എത്തിച്ചേരുന്ന യാത്രക്കാരാണ് ഏറെ വിഷമിക്കുന്നത്. പുലർച്ചെ വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവരും ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികളുമെല്ലാം തെരുവിളക്കുകൾ കത്താത്തതുമൂലം വലിയ പ്രയാസത്തിലാണ്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ടൗണിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റാണ് ഏക ആശ്രയം. ഇത് ഭാഗികമായി മാത്രമാണ് കത്തുന്നത്. തെരുവിളക്കുകൾ പുനഃസ്ഥാപിച്ച് യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയും നാട്ടുകാരും ഒപ്പുശേഖരണം നടത്തി. ഒപ്പ് ശേഖരിച്ച ശേഷം ലക്കിടിപ്പേരൂർ പഞ്ചായത്തിന് കൈമാറുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജാഫർ പത്തിരിപ്പാല പറഞ്ഞു. രാത്രി 9 മണി കഴിഞ്ഞാൽ പത്തിരിപ്പാല പോലുള്ള 9 മണി കഴിഞ്ഞാൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. കടകളിലുള്ള ലൈറ്റ് ബോർഡുകളുടെ പ്രകാശത്തിലാണ് ഇത്രയും വലിയ ഒരു ടൗണ് നിലനിൽക്കുന്നത്. ഇത് നിരന്തരമായ ആവശ്യപ്പെടുകളുണ്ടായിട്ടും
ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഇതിന് ഒരു തീരുമാനവും ഉണ്ടാക്കിയിട്ടില്ല. അതിന് അപ്പുറത്തേക്ക് 9 മണി കഴിഞ്ഞാൽ ഇവിടെ ആകെ ഇരുട്ടാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ കടക്കാർക്കും ജനങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഷംസുദ്ദീൻ മാങ്കുറിശി അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൾ റസാഖ്, TM ഇക്ബാൽ, സുലൈമാൻ, BS നസീബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതാംബയ്ക്കെതിരായ CPMന്റെ വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് BJP പറളി പഞ്ചായത്ത് കമ്മിറ്റി. വിദ്വേഷ പ്രചരണത്തിനെതിരെ പറളിയിൽ BJP പ്രതിഷേധ ധർണ നടത്തി. BJP പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാരതാംബയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തിയത്. ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നമ്മൾ ഭൂമിയെ തൊട്ട് വന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഇത് പാരമ്പര്യമാണ്. ഇതിനെതിരെ ഇതിനെതിരായിട്ട് നിൽക്കുന്നവർ ഈ നാടിന് തന്നെ അപമാനമാണ്. ഈ നാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയാണ് ഇന്നിവിടുത്തെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. BJP കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത്, പറളി ഏരിയ പ്രസിഡന്റ് T ദിവാകരൻ, ജനറൽ സെക്രട്ടറി മഹേഷ് മനക്കമ്പാട്, തേനൂർ മേഖലാ പ്രസിഡന്റ് ശിവദാസ്, ജനറൽ സെക്രട്ടറി രാജേഷ്, C യജലൻ, PC ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം അജി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാണിയംകുളം പാതിപ്പാറ പെട്രോൾ പമ്പിന് മുൻവശത്തായി ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടമുണ്ടായത്. മരത്തിൽ ഇടിച്ച ശേഷം റോഡിലൂടെ വാഹനം റിവേഴ്സായി വന്ന് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ല. അതേസമയം അപകടം നടക്കുമ്പോൾ റോഡിൽ നിരവധി വാഹനങ്ങളുണ്ടായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാലയിൽ ഇറാനും പലസ്തീനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി. ഇസ്രായേൽ US ഭീകരത ആരോപിച്ച് വെൽഫെയർ പാർട്ടി ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. TM ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. TM ഷിഹാബുദ്ദീൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, ഇബ്രാഹിംകുട്ടി പത്തിരിപ്പാല, സമദ്, A ഫൈസൽ, നാസർ, CK യൂനസ്, ഇക്ബാൽ, അബ്ദുൾ റസാഖ്, ഫഹീം, അമൽ, ജസീം എന്നിവർ പ്രസംഗിച്ചു. നിരന്തരമായി ആ രാജ്യത്തിന് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യത്തിനെ പോലും ഒരു സാധാരണ കൽച്ചീളുകൾ കൊണ്ടാണ് അവർ നേരിടുന്നത്. ഒരു ആയുധവുമില്ല. ആ രാജ്യത്തെ പോലും അവർക്ക് ഇസ്രായേൽ എന്ന ലോക പോലീസം എന്ന ഒരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അത്തമ്മാടി രാഷ്ട്രം ഇസ്രായേൽ ലോക പോലീസ് ഈ കഴിഞ്ഞ ആഴ്ച ഇറാനെതിരെ അങ്ങോട്ട് ആക്രമിക്കുമായിരുന്നു. ലോകത്തിലെ എല്ലാ സംഘടനകളിലും എല്ലാ രാജ്യവും യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യത്തെ ആക്രമിക്കുന്നത്. അതിനെ തയ്യാറെടുക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ലോകത്തിലെ UN പോലുള്ള രാജ്യങ്ങൾ, UN പോലുള്ള സംവിധാനങ്ങൾ ഇറാനെ അംഗീകരിച്ചു കൊടുത്തവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒന്നും കാണാതെ ഇറാനെതിരെ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ ആദ്യം അടിച്ച് ഏൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ ഈ സഹോദരങ്ങൾ ഗായകരാണ്. പനയൂരിൻ്റെ സ്വന്തം പാട്ടുകാർ. പഴയ പാട്ടുകൾക്ക് പുതുജീവൻ സമ്മാനിക്കുന്ന ദേവകിയെയും ചന്ദ്രനെയും പരിചയപ്പെടാം. പാട്ടുവഴികളിലൂടെയുള്ള യാത്രയെ അത്രമേൽ ആസ്വദിക്കുകയാണ് പനയൂർ പറക്കാട്ടുപറമ്പിൽ വീട്ടിലെ 59കാരനായ ചന്ദ്രനും 55കാരിയായ സഹോദരി ദേവകിയും. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടങ്ങൾക്കിടയിലും ഇവർ പാട്ടുകളെ മുറുകെ പിടിക്കുന്നു. പുതിയ പാട്ടുകൾക്ക് പിറകെ പോകുന്ന തലമുറയോട് ഇവർക്ക് ഒട്ടും അസൂയയില്ല. പക്ഷേ പഴയ പാട്ടുകളാണ് ഇഷ്ടം. ഒഴിവു സമയങ്ങളിൽ ഒരുമിച്ചിരുന്ന് പഴയ പാട്ടുകൾ പാടുന്നതാണ് ഇവരുടെ
സന്തോഷം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ ദേവകി സമീപത്തെ പനയൂർ UP സ്കൂളിലെ പാചക തൊഴിലാളിയാണ്. ചന്ദ്രൻ വീടിനോട് ചേർന്ന് ഒരു കൊച്ചു പീടിക നടത്തിയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. 3ാം ക്ലാസ് മുതലാണ് ദേവകി പാടിത്തുടങ്ങിയത്. ചന്ദ്രൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറിത്തുടങ്ങിയെന്നാണ് പട്ടുവഴികളിലെ ആദ്യ ഓർമ്മ. കല്യാണ വീടുകളിലും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും നാട്ടിലെ പൊതുപരിപാടികളിലുമെല്ലാം ഈ സഹോദരങ്ങളെ പാടാനായി ക്ഷണിക്കാറുണ്ട്. പ്രതിഫലത്തിനപ്പുറം അവസരങ്ങൾക്ക് പരിഗണന നൽകി ഇവർ വേദിയിൽ എത്താറുമുണ്ട്. ചന്ദ്രൻ ചെറിയ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാനായി പോകാറുണ്ട്. പാട്ടുപാടുന്നത് ഒരു സന്തോഷമാണെന്ന് ഇവർ പറയുന്നു. നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പരിപാടിയുള്ളപ്പോൾ അവിടേക്ക് വിളിക്കും, അവിടെ പാടും. പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്, ഒരു അയ്യപ്പ ക്ഷേത്രം, അവിടെ ഉത്സവം വരുമ്പോൾ അവിടേക്ക് ക്ഷണിക്കും, അവിടെ പാടി അവിടെ നിന്ന് പോരും. പിന്നെ പല ഓരോ സ്ഥലത്തേക്കും വിളിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് നമ്മുടെ കഴിയുന്ന വിധത്തിൽ പാടി പോരാറുണ്ട്. ശാസ്ത്രീയമായ പാട്ട് അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ പാട്ടുകൾക്ക് ശ്രുതി ചോർന്നു പോകാത്ത മനോഹാരിതയുണ്ട്, ഭാവവും ലയവുമുണ്ട്. ഞാൻ സ്കൂൾ പാചക തൊഴിലാളിയാണ്. എൻ്റെ ഏട്ടൻ നന്നായി പാടും. നല്ല നല്ല വേദികൾ കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഏട്ടന് വേണ്ടിയിട്ട്. പിന്നെ കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ ഞാൻ പാട്ടൊക്കെ പാടാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള സമയങ്ങളൊന്നും കിട്ടലില്ല. അപ്പോൾ ഏട്ടന് നല്ല നല്ല വേദികൾ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏട്ടൻ അതിനായിട്ട് എപ്പോഴും ഓരോരോ വേദികളിൽ പോയിട്ട് പാടണം, ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള വേദികൾ ഏട്ടന് കിട്ടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പഴയ പാട്ടുകളെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഇവരുടെ പാട്ടുവഴികളിലെ യാത്രകൾ കൂടുതൽ ദൂരങ്ങൾ താണ്ടട്ടെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം തെക്കേപ്പുറത്ത് യുവാവ് തട്ടുകട തല്ലി തകർത്തു. തെക്കേപ്പുറം AKG റോഡ് സ്വദേശി സുജിത്തിന്റെ കടയാണ് അടിച്ചു തകർത്തത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. പ്രതിക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലിത്തകർത്തതെന്ന് കടയുടമ സുജിത്ത് പോലീസിനോട് പറഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കടയിലെത്തിയ യുവാവ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ചില്ലലമാര തല്ലിത്തകർത്തു. തടയാൻ ചെന്ന സുജിത്തിനെ ആക്രമിക്കാനും ശ്രമിച്ചു. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് അക്രമത്തിന് പ്രധാന കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം യുവാവ് വീട്ടിലെത്തി സുജിത്തിൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ഇതും അക്രമത്തിന് കാരണമായെന്ന് സുജിത്ത് പറയുന്നു. 10,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായും സുജിത്ത് പറഞ്ഞു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിലമ്പൂരിലെ UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഷൊർണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേരള ജനതയുടെ സർക്കാർ വിരുദ്ധ നിലപാടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, KSSPA ജില്ലാ സെക്രട്ടറി VP രാധാകൃഷ്ണൻ, PM മുരളീധരൻ, MP സുശീൽ കുമാർ, അബൂബക്കർ, ലീല കണയം, വിൻസെന്റ്, R സുരേഷ് ബാബു, L വിനോദ്, TK ആഷിഖ്, രവീന്ദ്രൻ, ശശീന്ദ്രൻ, ഹരി, സുജിത്, പ്രേംകുമാർ വടക്കുമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. TRK സ്കൂൾ ഏറ്റവും നല്ല വിജയം സമ്മാനിച്ച വർഷത്തിൽ പഠിച്ച കുട്ടികളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പരീക്ഷയിൽ വളരെയധികം ഹാർഡ് വർക്ക് നടത്തി നല്ല മിന്നുന്ന വിജയം കൈവരിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അഭിനന്ദിക്കുമ്പോൾ ഇത്ര കൈവരിച്ച ലഡു മടിയിൽ വെച്ചിട്ട് എല്ലാവർക്കും ലഡു കൊടുക്കുന്ന സമയപ്പെടാം ഇല്ലേ? അപ്പോൾ ലഡുവൊക്കെ പെട്ടെന്ന് കഴിക്കാം. അതുപോലെ തന്നെ 23 വർഷമായി ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ TRK സ്കൂൾ, അതിനു മുമ്പ് വാണിയംകുളം ഹൈസ്കൂളായിരുന്നു. 2024-2025 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച വാണിയംകുളം TRKയിലെ 472 വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ C കലാധരൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോമളം ടീച്ചർ, വാർഡ് മെമ്പർ K ആശാദേവി, CP സതീഷ് കുമാർ, TK ഷീബ, K സജീവ്, P ജഗദീഷ്, TK ഷിനി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PK മഞ്ജുള നന്ദി പറഞ്ഞു. A+ നേടിയ 15 വിദ്യാർത്ഥികളെ ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കാൻ കൊണ്ടുപോകുമെന്നും 100% സ്കൂൾ മികവിന് സ്കൂളിലേക്ക് 5 ലക്ഷം രൂപയ്ക്കുള്ള കമ്പ്യൂട്ടറുകൾ നൽകുമെന്നും MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. പോളിംഗ് സ്റ്റേഷനുകൾ, പുതിയ വാർഡ് വിഭജനം എന്നിവ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സോഫിയ വിശദീകരിച്ചു. മുന്നൊരുക്കങ്ങൾ എന്ന പേരിലാണ് പറളി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. പറളി പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. പരിഷ്കരിച്ച വാർഡുകളുടെ ഘടന, പോളിംഗ് സ്റ്റേഷനുകൾ എന്നിവ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സോഫിയ വിശദീകരിച്ചു. യോഗത്തിൽ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് പുറത്തു പോകാനുള്ള സൗകര്യം അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ആ സെന്റർ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ചു. അത് പറ്റില്ല. അതേപോലെ തന്നെ അംഗൻവാടി സെന്റർ 38 പാന്തമ്പാടം, അത് ഓക്കെയാണ്. പക്ഷേ ന്യൂസ് ബ്യൂറോ, കോട്ടായി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വാടാനംകുറിശി പൊയിലൂർ ALP സ്കൂൾ വിദ്യാർത്ഥികൾ ആരഭി ഗ്രന്ഥശാല സന്ദർശിച്ചു. കഥകളുടെയും പാട്ടുകളുടെയും ലോകം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. അധ്യാപകരായ സിദ്ധാർത്ഥ, വന്ദന എന്നിവർക്കൊപ്പമാണ് 35ഓളം വിദ്യാർത്ഥികൾ ആരഭി ഗ്രന്ഥശാലയിലെത്തിയത്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഉല്ലസിച്ച കുട്ടികൾക്ക് ഒട്ടേറെ പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനും അവസരം ലഭിച്ചു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മറുപടി നൽകി. ക്ലബ് അംഗങ്ങളും കളിക്കൂട്ടുകാരായത് കുട്ടികൾക്ക് കൂടുതൽ ഉല്ലാസം പകർന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ, സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ, ആരഭി കലാസമിതി പ്രസിഡന്റ് V രമേഷ്, PP വിജയൻ, NR അനിൽകുമാർ, ശ്രീകുമാർ വാര്യർ, വിജയലക്ഷ്മി, ലൈബ്രറിയൻ മഞ്ജു രാജേഷ്, PK അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടനുബന്ധിച്ച് ഇരുവൃക്കകളും തകരാറിലായി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വാടാനംകുറിശി സ്വദേശി ജയന്തിയുടെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുക ഭാരവാഹികൾ കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ
ക്ലബ്ബ്, സ്കൗട്ട്, പുതുതായി ചേർന്ന കേഡറ്റുകൾക്കുള്ള അംഗത്വ വിതരണം എന്നിവയും നടന്നു. ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസ്സിന് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ SHO V രവികുമാർ നേതൃത്വം നൽകി. അംഗത്വ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒന്നും വേണ്ട, അത്തരത്തിലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട. ജീവിതം എന്നുള്ളത് വളരെ ഒരു 10, 50, 60 വർഷം കാലയളവിലേക്കുള്ള ഒരു വലിയ യാത്രയാണ്. ഇതൊന്നുമില്ലാതെ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന നിരവധി ആഹ്ലാദ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഉണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. HM ഇൻചാർജ് PP ചന്ദ്രിക, ഒറ്റപ്പാലം അസോസിയേഷൻ കൗൺസിലർ, സ്കൗട്ട് മാസ്റ്റർ മുഹമ്മദ് ഷിയാസ്, ദിനൂബ്, വിമല, സിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. കരുത്തുറ്റ പ്രകടനത്തിലൂടെ നിലമ്പൂർ മണ്ഡലം UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൽ ഇടതുഭരണത്തിന് ഇനി തുടർച്ചയുണ്ടാകില്ലെന്നതിൻ്റെ വ്യക്തമായ സൂചനയോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പോടുകൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടത് എന്ന് നമുക്കറിയാം. മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി കേരള മതേതര സമൂഹത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളെയും ഇന്ന് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതേപോലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഇത്തരം പ്രചരണങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മതേതര കേരളം, ജനാധിപത്യ കേരളം കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവസാനത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം പ്രചരണങ്ങളുമായി കൊണ്ട് തന്നെയാണ് CPM മുന്നോട്ട് പോകാൻ തുനിയുന്നതെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഫലം CPM അനുഭവിക്കുകയും തീർത്തും ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. LDFിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂര് ശക്തമായ അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ തിരിച്ചു പിടിച്ചത് ജനങ്ങളുടെ, ആ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പിണറായി വിജയൻ്റെ ഈ കൊള്ളരുതായ്മയും അതുപോലെ അഴിമതി നിറഞ്ഞ ഈ ഭരണത്തിനെതിരെയുള്ള ഒരു ജനവീതിയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. കേരളം കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ PV അൻവർ വാങ്ങിയ 19,700 വോട്ട് വിരുദ്ധ വികാരം അല്ലെങ്കിലും പിണറായിക്കും മരുമകനും എതിരായിട്ടുള്ള വോട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ കേരളം കണ്ട യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം രാജിവെച്ചത് മുതൽ പറഞ്ഞു വരുന്നത് ഒരേ 2 വാചകങ്ങളാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും മരുമകനും എതിരായിട്ടുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെ വോട്ടാണ് 19,700 വോട്ടും ആ വികാരത്തിൻ്റെ പുറത്ത് മാത്രം അൻവറിന് ലഭിച്ച വോട്ടാണ്. ആര്യാടൻ ഷൗക്കത്തും അൻവറും SDPIയും മറ്റ് സ്വതന്ത്രന്മാരും വാങ്ങിയ 3/4 വോട്ടുകളും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് AK ആൻ്റണിയെപ്പോലുള്ള ആളുകൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ഇതൊരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം. രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്നിട്ടുള്ള 4 ഉപതെരഞ്ഞെടുപ്പുകളിലും 3 കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിക്കോട്ടെ, പക്ഷെ 4ാമത്തേത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് പരാജയപ്പെട്ടത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയതും അതിനേക്കാളേറെ
നിരാശ ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണത്. മറ്റൊന്നുമല്ല, അവിടെ വേണം വേണ്ട എന്ന രീതിയിൽ പോലും മത്സരിച്ചിട്ട് BJPക്ക് അവരുടേതായ കൃത്യമായ വോട്ടുകൾ അവർ വാങ്ങി. മാത്രമല്ല 100 വോട്ടിൻ്റെ അടുത്ത് അവർ അധികം മേടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അതൊരു നിരാശ തന്നെയാണത്. കാരണം അത്ര ആത്മാർത്ഥയോടെ എല്ലാവരും തിരഞ്ഞെടുപ്പിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. പിന്നെ മറ്റേ വിഷയം, അതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ അതിൻ്റെ ഒരു ദിശാസൂചികയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു നിലമ്പൂർ നടന്നത്. കാരണം അറിയാലോ, കേരളത്തിലെ ഭരണപാർട്ടിയായ CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അവിടെ മത്സരിച്ചത്. സെക്രട്ടേറിയറ്റ് മെമ്പർ, CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ സ്ഥാനമൊന്നുമല്ലത്. കേരളത്തിൻ്റെ അവർ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന വലിയൊരു ഒരു യോഗമാണ്, അതൊരു കമ്മിറ്റിയാണത്. അതിലൊരംഗം ആണ് അവിടെ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മറ്റ് പ്രാധാന്യം വേറൊന്നുമല്ല, രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകളും നമ്മൾ പറയാറുണ്ട് അതിപ്രാധാന്യമുള്ളതാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷക മസ്ദൂർ സംഘം BMS മാർച്ച്. കേരളത്തിലെ വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ പെട്രോൾ ചെലവ് മാത്രം മതിയാകുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ. കൂട്ടിക്കിടക്കുന്ന വടക്കാഞ്ചേരി അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത് അകത്തുകടന്ന ആന 4 പനകൾ കുത്തിമറിച്ചു. സംസ്ഥാന പാതയിലേക്ക് ഗേറ്റ് തള്ളിത്തുറന്നു കടക്കാനും ശ്രമം. കഴിഞ്ഞ ദിവസം കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ച പാഞ്ഞാൾ ആലിൻചുവട് ഭാഗത്ത് പുലിയുടേതെന്നു സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് ജനങ്ങളെ ആശങ്കയിലാക്കി. കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. LDFന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും A വിജയരാഘവൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് 2 കിലോഗ്രാം കഞ്ചാവ്. ഇത്തരം സംഭവങ്ങളിൽ പ്രതികളെ പിടികൂടാനാകാത്തത് പോലീസിന് തലവേദനയാകുന്നു. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച പ്രതിഷേധവുമായി KSU. ടെക്നിക്കൽ സ്കൂളിന് മുന്നിൽ തകർന്ന പാതയിൽ വാഴനട്ട് പ്രതിഷേധം. കോട്ടായിയിൽ പെരുമഴയത്ത് യാത്രക്കാരെ വലച്ച് പൊതുമരാമത്ത് പ്രവൃത്തി. ജനങ്ങൾ പ്രതിഷേധത്തിൽ. മങ്കരയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ. പത്തിരിപ്പാലയിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിനെതിരെ യാത്രക്കാരെ അണിനിരത്തി പകൽ മെഴുകുതിരി കത്തിച്ച് ജനകീയ ഒപ്പുശേഖരണവുമായി വെൽഫെയർ പാർട്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.